എല്ലാവർക്കും നമസ്കാരം. പല്ലവിയുടെയും സേതുവിന്റെയും നാളത്തെ ആ ഒരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സേതു കൂട്ടുകാരനുമായിട്ട് ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ തുടങ്ങുന്ന ആ സമയത്ത് തന്നെ വക്കീൽ വന്നു. വക്കീൽ വന്നിട്ട് സേതു ആണെങ്കിലോ എന്തായാലും വക്കീൽ വന്ന കാര്യങ്ങളും നിങ്ങൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചാൽ മതിയല്ലോ, ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവൻ്റെ ബാഗും ഒക്കെ എടുത്ത് അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ്. വക്കീൽ പറഞ്ഞു, അതെ സേതു കൂടി അറിഞ്ഞിരിക്കേണ്ട വിൽപത്രമാണ് മാധവൻ തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും മാധവൻ സാറ് മരണമൊക്കെ നേരത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു വിൽപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. സേതു ഇപ്പൊ പോവാൻ പറ്റത്തില്ല എന്ന് തന്നെ വക്കീല് കണിശം പറയാണ്. സേതു അവിടെ നിന്നു. പിന്നീടാണെങ്കിലോ ഈ വീടും അതുപോലെ തന്നെ ബാക്കിയുള്ള കുറച്ച് സ്വത്തുവകകളും ഒക്കെ പൂർണിമയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ട് മാധവൻ എഴുതി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലക്ഷ്മി അമ്മയ്ക്ക് ഉണ്ടായ, അതായത് നമ്മുടെ സേതുവിന് വേണ്ടിയിട്ട് ബാക്കി ഇത്ര പെർസെൻറ്റേജ് മാധവൻ എഴുതി വെച്ചു എന്ന് പറയുന്ന സമയത്ത് പ്രതാപനും പൂർണിമയും ഋതുവും ഒക്കെ ശരിക്കും അങ്ങ് ഞെട്ടി. ഇതെന്ത് ചതിയാണ് അളിയൻ ചെയ്തു വെച്ചിരിക്കുന്നത്? അളിയൻ ഈ പോകുന്ന പോക്കില് ഇത്രയും വലിയൊരു കൊലച്ചത് ചെയ്യുമെന്ന് പ്രതാപൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയെങ്കിലും ഈ സ്വത്തുക്കളൊക്കെ തിരികെ പിടിക്കണം. അതിന് ഈ സേതുവിനെ ഇവിടെ നിന്നും ആട്ടി അകറ്റിയെങ്കിലേ പറ്റുള്ളൂ. അല്ല, വിൽപത്രമൊക്കെ കഴിഞ്ഞോ വക്കീലെ എന്ന് ചോദിക്കുമ്പം ഇല്ല, ഇനിയുണ്ട്. ബാക്കി വരുന്ന ഒരു 10% അത് ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പൊ വെളിപ്പെടുത്തരുതെന്ന് മാധവൻ പ്രത്യേകം വിൽപത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതാർക്കാണ് എന്നുള്ള കാര്യം ഇവിടെ വെച്ച് വെളിപ്പെടുത്താൻ പറ്റത്തില്ല എന്ന് വക്കീല് പറയാണ്. ഇതൊക്കെ കേട്ട് പ്രതാപന്റെ റിലേ പോയി. പ്രതാപനാണെങ്കിൽ ചേച്ചിയും മക്കളെയും ഒക്കെ പറ്റിച്ച് ആ സ്വത്തുക്കളൊക്കെ തൻ്റേതാക്കാമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്ന പ്രതാപൻ 8ന്റെ അല്ല 16ന്റെ പണി തന്നെ കിട്ടിയിരിക്കുന്നു. സ്വത്തുക്കളൊക്കെ എന്തായാലും നമ്മുടെ പൊന്നുമടത്ത് സേതുമാധവൻ വേണം നോക്കി നടത്താൻ എന്നുള്ളത് കൂടി വിൽപത്രത്തിലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ തനിക്ക് ഇവിടെ പ്രത്യേകിച്ച് റോളുകളൊന്നും ഇല്ലാന്ന് മനസ്സിലാക്കി പ്രതാപൻ ദേഷ്യപ്പെട്ട് അവിടുന്ന് അങ്ങ് പോവാണ്. ഈ സമയം നമ്മുടെ സേതു പറഞ്ഞു, വക്കീലെ വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ വക്കീല് വായിച്ചല്ലോ, ഞാനെല്ലാം കേൾക്കുകയും ചെയ്തു. ഇനി എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞിട്ട് അവൻ അച്ഛൻ്റെ ആ ഒരു ചടങ്ങുകൾ പോലും പൂർത്തീകരിക്കാതെ അവിടെ നിന്നും പടിയിറങ്ങുകയാണ്. പൂർണിമയാണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടാതെ സേതു പോകുന്ന ആ ഒരു കാഴ്ചയും നോക്കി അവിടെ വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഋതു ആണെങ്കിലും ബാക്കിയുള്ള അനിയത്തിമാരെയൊക്കെ കൂട്ടിയിട്ട് അവള് സേതുവിനെതിരെ ചില ഗൂഢാലോചനകളൊക്കെ പ്ലാൻ ചെയ്യാണ്. അപ്പം പ്രതാപനാണെങ്കിൽ നമ്മുടെ ഋതുവിന്റെ അടുത്ത് പറഞ്ഞു, ഋതു, ഈ സ്വത്തുക്കളൊക്കെ അവൻ അവകാശമൊന്നും ഉള്ളതൊന്നും അല്ല, എൻ്റെ മാധവേട്ടൻ ഉണ്ടാക്കിയത്. അത് പൂർണിമ ചേച്ചി അദ്ദേഹത്തിന്റെ ഭാര്യ ആയതിനു ശേഷമാണ് ഇത്രയും കണ്ട് പുള്ളിക്കാരനങ്ങ് ഉയർന്നു വന്നത്. അതുകൊണ്ട് ലക്ഷ്മിക്കും അവരിലുണ്ടായ മകനും ഒന്നും ഇത് കൊടുക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്ന് പ്രതാപൻ നമ്മുടെ ഋതുവിനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. ഋതുവാണെങ്കിൽ തൻ്റെ അമ്മാവൻ പറയുന്ന കാര്യങ്ങൾക്ക് എസ് അടിച്ചു. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്വത്തുക്കള് അച്ഛനായിട്ട് വെച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ഓർഗനൈസേഷൻസും അതുപോലെ മറ്റു ചില സാമൂഹിക സംഘടനകളും ഒക്കെ ഉണ്ട്. ഇത് മുഴുവനും അത് തങ്ങൾ തന്നെ നടത്തിക്കൊണ്ടു പോയെങ്കിൽ മാത്രമേ ശരിയാകുള്ളെന്ന് കൂടെയുള്ള അനിയത്തിമാരെയൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചു. അവളുമാരാണെങ്കിലും ചേച്ചി പറയുന്നത് തന്നെയാണ് കാര്യമൊന്നും പറഞ്ഞിട്ട് അവളുടെ ചേച്ചിയോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സേതു തിരികെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വന്നു. അപ്പം അവൻ വീട്ടില് അവൻ്റെതായിട്ടുള്ള ചില വർക്കുകളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പല്ലവി അങ്ങോട്ട് വരികയാണ്. പല്ലവി വന്നിട്ട് സേതുവിനോട് പറഞ്ഞു, അതെ സേതുവേട്ടൻ ഇന്ന് എന്തൊക്കെയോ ഒരു കോൾ അടിച്ചു എന്ന് അവൻ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താ സംഭവം എന്ന് ചോദിക്കാണ്. ഓ, എന്ത് പറയാനാ, അച്ഛന്റെ ആ ഒരു ബലികർമ്മങ്ങൾ പോലും ചെയ്യാതെ ഞാൻ തിരിച്ചു വന്നത് കൊണ്ട് നീ എന്നെ കളിയാക്കുവാണോ? അല്ലെന്നേ, സേതുവേട്ടന് വേണ്ടിയിട്ട് സേതുവേട്ടന്റെ അച്ഛൻ എന്തൊക്കെയോ സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചല്ലോ, അപ്പൊ കോൾ അടിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളിങ്ങനെ നിന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കോളടിച്ചു, അത് ശരി തന്നെയാണ്. പക്ഷേ ഈ സേതുവിന് ഒരു സ്വത്തും, അതും പ്രത്യേകിച്ച് മാധവൻ എന്ന് പറയുന്ന എൻ്റെ തന്തപ്പടി ഉണ്ടാക്കിയ 1 രൂപ കാശ് പോലും എനിക്ക് ആവശ്യമില്ല. എനിക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ പണിയെടുത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യം പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാണ്. പല്ലവിയാണെങ്കിൽ ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ടാ, അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ സേതുവേട്ടൻ ആ വീട്ടില് അവരുടെയൊക്കെ വലിയേട്ടനായിട്ട് ആ പിള്ളേരുടെ കല്യാണമൊക്കെ നടത്തി കൊടുക്കണം. അത് തന്നെയല്ലേ വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഏട്ടന്റെ കർത്തവ്യമൊക്കെ അതല്ലേ, അങ്ങനെ വേണ്ട ചെയ്യാനെന്നൊക്കെ പറയുമ്പം സേതുവിന് ദേഷ്യം വരികയാണ്. അതെ, എൻ്റെ അമ്മയെയും എന്നെയും കണ്ണീര് കുടിപ്പിച്ച പൂർണിമയുടെ മക്കളെ സംരക്ഷിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ സേതുവേട്ട ഈ പറയുന്നത്? പൂർണിമയുടെ മക്കളാണെങ്കിലും അത് സേതുവേട്ടന്റെ രക്തം തന്നെയല്ലേ, അതെന്താ സേതുവേട്ടൻ മനസ്സിലാക്കാത്തത്?
അച്ഛൻ നിങ്ങളുടെ എല്ലാം ഒന്ന് തന്നെ അല്ലേ എന്നൊക്കെ പറയുമ്പം സേതു പറഞ്ഞു, എൻ്റെ പൊന്നു പല്ലവി, നീ പറയൂ, നിനക്ക് എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുക. എനിക്കോ, എന്നെ ഇപ്പം ഇന്ദ്രന്റെ ശല്യം മൂലം അമ്മയും അച്ഛനും കൂടെ നാട് കടത്താൻ തുടങ്ങുകയാണ്. ഞാൻ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ല. എന്തായാലും ഇന്ദ്രനെ ഭയന്നിട്ട് ഞാൻ ഈ നാട് വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സേതു പറഞ്ഞു, ഇന്ദ്രനെ പോലെയുള്ളൊരു ഫ്രോഡ് അവൻ നിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും നിന്നെ വിട്ടുപിടിക്കില്ല. ഏതൊക്കെ രീതിയിൽ നിന്നെ ഉപദ്രവിക്കാമോ ആ രീതിയിലൊക്കെ തന്നെ നിന്റെ പിന്നാലെ നടന്ന് നിന്നെ ഉപദ്രവിക്കുമെന്നൊക്കെ പറയുകയാണ്. അപ്പൊ സേതുവിന്റെ അടുത്ത് നമ്മുടെ പല്ലവി പറഞ്ഞു, അത് ശരി തന്നെയാണ്. അതുകൊണ്ടല്ലേ ആദ്യ രാത്രി തന്നെ അവന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇങ്ങനെ ഇവർ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് എന്തായാലും നമ്മുടെ പൗർണമിയുടെ ആങ്ങള, അതായത് പ്രതാപൻ, ഈ സേതുവിനെതിരെ കരുക്കൾ നീക്കാൻ തുടങ്ങുന്നതും അതുപോലെ തന്നെ അതിനൊക്കെ കൊട പിടിക്കുന്ന നമ്മുടെ ഋതുവിനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ.